ശരിയെന്നാ. ശരി. ഓക്കെ. നമ്മുടെ പാർട്ടിക്കാരാണ്. ആണോ? പിന്നെ പക്ഷെ എപ്പളും മുഖത്തൊരു ഇതില്ലല്ലോ. ഇല്ലില്ല. അത് പിരിവ് തന്നു വെറുത്തിട്ടാണ്. അതെ കാര്യേട്ടാ, ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? എടാ കഴിക്കാനുള്ള ആയില്ല. 3-4 വീടും കൂടി കേറിയിട്ട് വരാ. വാ. ഭക്ഷണം സുധേട്ടാ, സുധേട്ടാ. അതേ മറ്റേ പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കുള്ളൊരു സംഭാവനയൊക്കെ ഇറങ്ങിയതാണ്. എന്തിന്? അല്ല നമ്മുടെ പ്രവർത്തന ഇലക്ഷനൊക്കെ വരണല്ലേ പാർട്ടിയുടെ. ഇലക്ഷൻ എന്തിനാ പൈസ? എന്താ സുധേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നമ്മളൊക്കെ തരികയിടത്. എന്താ കാര്യം എല്ലാം അറിയണതല്ലേ എനിക്ക്. മോനും മരുന്നിന് മേടിക്കാൻ പൈസ ഇല്ലാണ്ട് നാട്ടിൽ നിങ്ങളെ തെണ്ടിയിട്ടാ ഞാൻ പിന്നെ നമ്മള് സഹായിക്കൂലേ? അത് സുധേട്ടൻ ഒറ്റക്കല്ലല്ലോ, നമ്മള് കൂടെ ഇല്ലേ? ഞാൻ കണ്ടതാ. സഹായം ചോദിച്ചു ചെല്ലണവരൊക്കെ എന്താ പറയണത്? അങ്ങനെയില്ല, നമ്മള് നിങ്ങളെ പോലെ വെച്ചോ. ഇതെന്താ പത്താ? നാരങ്ങ വെള്ളം കുടിക്കണ്ട, തല വേനിച്ചിട്ട് വയ്യാതെ. ഓ വന്നാ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ഇനിയിപ്പൊ അതിനും കൂടെ ഞാൻ വരണ്ടു. സുധേട്ടനെയൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ ഈ വാക്ക് ഇറങ്ങി. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലാ? ഇങ്ങനത്തെ സമയത്തൊക്കെ എന്നെ പോലുള്ളവരെ കാണണം, അല്ലാത്തപ്പോ ഒന്നും കാണണ്ട. ശരി ശരി. എന്തായാലും ബുദ്ധിമുട്ടുണ്ടെ പറയണേ. ഒക്കെ പരിഹരിച്ചു തരില്ലേ എല്ലാവരും. വീണ്ടും വീണ്ടും മുന്നോട്ട്, വീണ്ടും വീണ്ടും മുന്നോട്ട്, വീണ്ടും വീണ്ടും മുന്നോട്ട്, വീണ്ടും വീണ്ടും മുന്നോട്ട്. പുള്ളി മൊത്തം നെഗറ്റീവാണല്ലോ. പുള്ളി പലമ്പാണ്. 10-ങ്കിൽ 10 കിട്ടിയല്ല. ഈ മണ്ടൂൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ എഴുതിയ പേപ്പർ എൻ്റെ മുമ്പ് വന്ന് വായിച്ചിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിക്കാവുന്നു. ഇത് ഞാൻ എന്തോ വായിക്കാനാണ്? സാർ ഇത് ഭയങ്കര ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ മണ്ടു അങ്ങനെയൊക്കെ സംസാരിക്കണത്? ഞാൻ മണ്ടുവിനെ എന്ത് ശല്യം ചെയ്തതാണ്? ഓരോ മന്ത്രിമാരെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനോട് പെരുമാറും പോലെ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പെരുമാറണുണ്ടോ? പിന്നെന്തിനാ ഇങ്ങനെ പറയണേ? സാറ് ഞാൻ സാറിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഒരു 50-50 പാർട്ടിയില്ലേ, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വായനശാലയിൽ സാംസ്കാരിക പരിപാടി സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന്. ഒന്നാമത് പാർട്ടിയിൽ നിന്ന് നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന്. വല്ല പള്ളിക്കൂടോ പാലം ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അവർ വിളിച്ച ഫോൺ എടുക്കണ്ട. പിന്നെ മെമ്പറം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യം എന്തോയി? സാർ അത് പണി കഴിഞ്ഞിട്ടില്ല. എന്താ മണ്ടു, പണി കഴിഞ്ഞതൊക്കെയാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നോക്കണ്ട. മണ്ടു ഒരു ഡേറ്റ് അങ്ങ് കുറിച്ചോ? സാറേ അത് പറഞ്ഞപ്പോഴാ വെള്ളിനേടി പഞ്ചായത്ത് ഓഫീസില്ലേ, അത് എന്ന് വേണേലും ഉദ്ഘാടനം ചെയ്യാം. അതൊക്കെ മണ്ടു ഡേറ്റ് അങ്ങ് നോക്കി എന്നോട് ചോദിക്കണ്ട. അത് ഉചിതമായ ഡേറ്റ് നോക്കി അങ്ങ് ഫിക്സ് ചെയ്തു. സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ആഴ്ച. അത് ഉദ്ഘാടനം ചെയ്തല്ലേ? ഈ ദിവസം 4-5 ഉദ്ഘാടനം ആകുമ്പോ ഏത് ചെയ്തില്ല എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്കേ ബാക്കി ചെയ്യാനുള്ള ഉദ്ഘാടനങ്ങളുടെ ഡേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. വിളിച്ചാലെടുക്കാത്തത് എന്താണ്? ബെല്ലടിക്കണല്ലോ. ബെല്ലടിച്ച് ബെല്ലടിക്കണ്ടേ? താൻ വിളിച്ചോണ്ടിരിക്കല്ലായിരുന്നു വേറെ ആളെ. അപ്പൊ പിന്നെ ഞാൻ വിളിക്കുമ്പോ എങ്ങനെയാ അത് ബെല്ലടിക്കണേ? അതാണ്. അതെ, തന്റെ ഈ ജാതി തട്ടിപ്പും തരികണം കാണാനല്ലേ അവിടെ വന്നിരിക്കണേ. ഈ ഉലാത്തില് നേരം കുറയല്ലോ ആണല്ലോ. അതെ. താൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ ഇതിനു വേണ്ടിട്ട്? ഞാൻ അയാളെ വിളിച്ചോണ്ടിരിക്കാണ് സാറേ. ആരെ? കോൺട്രാക്ടറെ. അപ്പൊ അയാൾക്ക് പണിക്കാരെ കിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യും നമ്മള്? എടോ അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യേണ്ട സ്ഥലത്ത് വെറും തറക്കല്ലിട്ട് പോന്നിരിക്കാൻ വേറെ ചുക്കും ചെയ്തിട്ടില്ല അവിടെ. അത് തറക്കല്ലിട്ടിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ. ഇത് തറക്കല്ലിടല്ലേ ഉദ്ഘാടനം ഒക്കെപ്പാടെ ഒരുമിച്ച് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനാണ് സാറേ? എടോ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആ പരികുന്നം പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്തിന്റെ കരികുന്നം പഞ്ചായത്തിന്റെ ഒരു സ്വപ്നാണ്. ഇത് എത്ര നാളെന്ന് വിചാരിച്ച ആളുകൾ ഇങ്ങനെ പറ്റിക്കാണ്. മന്ത്രിയുടെ മുഴുവൻ ചീത്തവിളി കേൾക്കണ ഞാനാ. എന്തിനോ 3-4 വർഷം ഉണ്ടായിട്ട് ഇത് സമയാസമയങ്ങളിൽ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ മതിയായിരുന്നല്ലോ. ഇത് എല്ലാം കൂടി ഈ ഒരു അവസാന കൊല്ലത്തിന് വേണ്ടി കാത്തുവെച്ചത് എന്തിന്? എടോ ഈ 4 വർഷം കടന്നു പോയത് എങ്ങനെ അറിയോ തനിക്ക്? അറിയോ? 2 പ്രളയം, പിന്നെ ഒരു ഉരുൾപൊട്ടല്, ഇതൊക്കെ കഴിഞ്ഞപ്പോ കൊറോണയും എന്നിട്ട് പിടിച്ചു നിന്നില്ലേ സർക്കാര്? അതെ, ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അടുത്ത ആഴ്ച മന്ത്രി ഉദ്ഘാടനത്തിന് എത്തുമ്പോ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താൻ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം. അത്ര എനിക്കറിയുള്ളൂ. ചെയ്തില്ലെങ്കിൽ അതപ്പം കാണാം. അതെ, എന്നാ സാർ ഒന്ന് വിളിച്ചു നോക്കി. ആരെ? ആ കോൺട്രാക്ടറെ. എന്റെ 2 നമ്പർ നോക്കണ്ട എടുക്കില്ല ഫോണേ. കോൺട്രാക്ടറെ വിളിച്ചിട്ട് ആ പണി ഏൽപ്പിക്കൽ എന്റെ പണി അല്ല. ആണോ? എന്തെന്നാണ് തന്നെ
എനിക്ക് ഏറെ അഭിമാനം തോന്നുകയാണ്, സന്തോഷം തോന്നുകയാണ്, ഒപ്പം ലേശം അഹങ്കാരവും തോന്നുകയാണ്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് നടുനിവർത്തി നിന്ന് തന്റേടത്തോടെ അഹങ്കാരത്തോടെ കാണിച്ചു കൊടുക്കാൻ 2 സ്ഥാപനങ്ങളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, അല്ലേ? അല്ലേ? കരിങ്കുന്നൻ നിവാസികള് എന്തുകൊണ്ടും നിങ്ങളുടെ ഭാഗ്യമാണ് ഈ സത്യശീലനെ പോലെ ഒരാളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത്. സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്. തോളോട് തോള് ചേർന്ന് നിന്ന് ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് ഇവിടുത്തെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ എന്നെ സമയാസമയം ഫോണിൽ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സത്യശീലൻ എന്ന ഈ മഹാവ്യക്തിയെ ഇങ്ങനെ അഭിനന്ദിച്ചാൽ പോരാ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി ശീതളൻ. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തന്നെ വരണമെന്ന് ശാഠ്യം പിടിച്ച ഈ ഒരു മഹാവ്യക്തിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. അത് കള്ളൻ, മറ്റേ പെരുങ്കള്ളൻ. അതിന്റെ അപ്പുറത്തുള്ളത് കള്ളന്റെ കഞ്ഞി വെച്ചു കൊടുത്തു. ഒരു കൂട്ടം തൊഴിലാളികളെ തന്റെ കൈപ്പിടിയിൽ നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ സമയത്തിനുള്ളിൽ ഈ സംഭവം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സഹായിച്ച തൊഴിലാളി നേതാവ് പ്യാരിജാദ്, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഇനിയും ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഉദ്ഘാടന പരിപാടി നടക്കേണ്ടതുണ്ട്, അല്ലേ? സമയമില്ല. അപ്പോൾ കരിങ്കുന്നത്തെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അനുവാദത്തോടു കൂടി ഈ സ്ഥാപനം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കും. നമ്മുടെ മന്ത്രി മന്മഥ മന്ത്രി, നമ്മുടെ മന്ത്രി മന്മഥ മന്ത്രി, നമ്മുടെ മന്ത്രി ഓമന മന്ത്രി, നമ്മുടെ മന്ത്രി മന്മഥ മന്ത്രി ധീരതയോടെ നയിച്ചോളൂ, നമ്മുടെ മന്ത്രി മന്മഥ മന്ത്രി സിന്ദാബാദ്, മന്മഥ മന്ത്രി നമുക്കായി പദ്ധതി നൽകിയ മന്മഥ മന്ത്രി സിന്ദാബാദ്, മന്ത്രി സിന്ദാബാദ്. സാറേ, അല്ല, അതെ, നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് സ്റ്റെപ്പ് വെച്ചോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇവിടെ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വരും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പൊ ഹാളിലേക്ക് കയറി. ഹാളിലേക്ക് കയറി സാർ. ഇപ്പൊ ഈ സൈഡും OP ടിക്കറ്റുള്ള ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം. അതേപോലെ ഇവിടെയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു ടിവിയും, ഇവിടെയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു ടിവിയും നമ്മള് 2 സൈഡിൽ 2 TV അല്ലേ? അല്ല, പക്ഷെ ഈ തെങ്ങോ തെങ്ങ് ആ സമയത്ത് കളയത് അടയാളത്തിന് വേണ്ടി വെച്ചില്ലേ? TV വെക്കാനുള്ള സ്പേസ് അത് നല്ലതാണ്, അത് നോക്കി കണ്ടും തന്നെ ചെയ്യണം. പിന്നെ ഈ ഹാള് കഴിഞ്ഞ് നേരെ ഇച്ചിരി മുന്നോട്ട് പോയി കഴിയുമ്പോ അവിടെ 1, 2, 3, 4 റൂംസ്, അത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. വെരി ഗുഡ്. തൊട്ടപ്പുറത്താണ് ലാബ്. നല്ലതാണ്, അത് ആ ഭാഗം നല്ലതായിരിക്കും. അവർക്ക് കാണാൻ. അത്രയൊക്കെയാണ് നമ്മുടെ ടോയ്ലറ്റ് പോണം. ഇവിടെ വീട് അടുത്തുള്ളവരാരാ? അതല്ലടോ, ഞാനൊരു കോമൺ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെവിടെയാണ്? ബിൽഡിങ്ങില്. അതെവിടെയാണ്? അത് ഏകദേശം ഇവിടെ തന്നെ വരും. ഇവിടെ നമ്മളിപ്പോ നിക്കുന്ന ടോയ്ലറ്റില്. എന്തായി നമ്മുടെ ഇതിന്റെ നടയിലാണ് ഉദ്ഘാടനം ചെയ്യണത്? അല്ല, ഉദ്ഘാടനം ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യണ സാറിന് അടുത്തടുത്ത് വരാൻ പാടില്ല. ഇപ്പൊ പണിതിട്ടില്ലല്ലോ സാറേ. അല്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാനുള്ളത്, ടോയ്ലറ്റ് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റി ഉദ്ഘാടനം ചെയ്യണം. ടോയ്ലറ്റ് അതൊന്നും ഒരിക്കലും അങ്ങനെ, അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? പിന്നെ ഇവിടെ മുറിക്കാനുള്ള മാഡത്തിന്റെ അടുത്തുണ്ടാ എന്നും ഉദ്ഘാടനമല്ലേ, അപ്പൊ ഞാൻ കൊണ്ടുനടക്കും. ഉദ്ഘാടനത്തിന് മുന്നേ ഒരു കാര്യം ചോദിക്കാണ്ട്. എന്താണ് ഇതിപ്പോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനല്ലേ?
പോവാ ഇവിടെ ഒരു കല്ല് മാത്രമല്ലേ ഇട്ടുള്ളൂ, വേറെ ബിൽഡിംഗ് ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. എടോ കല്ലില്ലേ കല്ലുണ്ടല്ലോ, ആ കല്ലിട്ട് പിന്നെ ഇത് ഇത്രയും നിരത്തിയിട്ടെങ്ങനെ തനിക്ക് കണ്ണ് കണ്ടൂടെ? ഈ സ്ഥലം ഇത്രയും നിരത്തി മൈതാനം പോലെ ആക്കിയിട്ടെങ്ങനെ ഇത് എത്ര നാളുകൊണ്ടാണ് നിരത്തിയത്? സാറേ 2 മാസം രാവും പകലും ആളുകൾ അധ്വാനിച്ചിട്ടുള്ളതാണ് സാർ ഇവിടെ. 2 മാസം JCB ആള് നിന്ന് ഇത് നിരത്തിയിട്ട് താൻ കണ്ടില്ലേ? പിന്നെ എന്ത് പണിയെന്നൊക്കെ ചോദിക്കട്ടെ, താൻ ആരാണ്? അല്ല സാറേ, ബിൽഡിംഗ് കാണാത്തതിന്റെ ഒരു ഇതുകൊണ്ട് ചോദിച്ചു. ഇനിയിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് താന്ന് പറയുമ്പോ നാളെ ഇവിടെ ബിൽഡിംഗ് വരും. ഇത്രയൊക്കെ ചെയ്യാറെങ്കിൽ ഞങ്ങൾക്ക് അറിയാം. ബാക്കി അത് മാത്രമല്ല സാറേ, എന്താണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കന്നുകാലി വളർത്തു കേന്ദ്രം എന്ന് എഴുതിയിട്ട് ഇത് രണ്ടും കൂടി പണിയാണല്ലോ നടക്കുന്നത്. എന്റെ മാഷ കന്നുകാലി വളർത്ത കേന്ദ്രം കുറച്ച് അകലെയാണ്. എല്ലാ കാര്യത്തിനും വേണ്ടി മന്ത്രിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു ചടങ്ങിന് ഇവിടെ വന്നപ്പോ 2 ചടങ്ങ് കൂടി ഒരുമിച്ച് ചെയ്യണോ? ഞാന് ഒരു സ്ഥലത്ത് കിട്ടുമ്പോ മന്ത്രിയാണ് ഞാൻ, മന്ത്രി കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് അത് എന്ന് പറയുമ്പോ ഇവിടെ നാളെ പണിഞ്ഞ് റെഡിയാക്കും. സാറ് ചെയ്തോ, സാറ് ചെയ്തോ. എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ടല്ല. അല്ല, ഉപദ്രവിക്കാതെ ഒന്നുമില്ല, ഉജാലക്കിട്ട് വരും. പിന്നെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി അത്രയാണ് കൊള്ളണ്ട. പിന്നെ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് നമുക്ക് ഫോട്ടൊക്കെ ഉണ്ട്. അഭിമാനം തോന്നുകയാണ് കേട്ടോ. മന്മഥ മന്ത്രി സിന്ദാബാദ്, മന്മഥ മന്ത്രി സിന്ദാബാദ്, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, ആ നമ്മുടെ മന്ത്രി മന്മഥ മന്ത്രി. നമ്മുടെ മന്ത്രി എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബില് മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.